ഹായ് ഗൈസ്, ഐ എം മാധവ്. ഞാൻ ഏറ്റവും കൂടുതൽ തവണ കണ്ടിട്ടുള്ള ഒരു സിനിമ അത് ലൂസിഫറാണ്. തിയേറ്ററിൽ ഇറങ്ങിയ ടൈമിൽ ഞാൻ 2 പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് റിലീസ് ചെയ്തായിരുന്നല്ലോ എമ്പുരാന് തൊട്ട് മുമ്പ്. അപ്പോൾ ഞാൻ തിയേറ്ററിൽ പോയി 1 പ്രാവശ്യം കണ്ട്. തിയേറ്ററിൽ അങ്ങനെ മൊത്തം 3 പ്രാവശ്യം കണ്ടിട്ടുള്ളൂ. പക്ഷേ ടി വിയിലും ഫോണിലുമായിട്ട് ഈ പടം കണ്ടതിന് ഒരു കണക്കുമില്ല. അത്രയും പ്രാവശ്യം കണ്ടിട്ടുണ്ട്, എസ്പെഷ്യലി ടി വിയിൽ. ലൂസിഫറിന് 2 സൈഡുകളുണ്ട്. ഒരു കൊമേഴ്ഷ്യൽ സൈഡും ഉണ്ട്, ഒരു ക്ലാസ് സൈഡും ഉണ്ട്. ഞാൻ ആദ്യത്തെ 2 പ്രാവശ്യം തിയേറ്ററിൽ പോയി കണ്ടപ്പോഴത്തേക്കും ഞാൻ ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് ആ ഒരു കൊമേഴ്ഷ്യൽ സൈഡാണ്. കാരണം എനിക്ക് ഈ ക്ലാസ് സൈഡ് മനസ്സിലായിട്ടുണ്ടായില്ല ലൂസിഫറിൻ്റെ. പിന്നെ അത് കഴിഞ്ഞ് ലൂസിഫറിൻ്റെ ഈ ക്ലാസ് സൈഡ് എനിക്ക് മുമ്പേ എക്സ്പ്ലോർ ചെയ്ത പല ആളുകളും ഇതിൻ്റെ റിവ്യൂസൊക്കെ ഫേസ്ബുക്കിൽ ഇടുന്ന ഞാൻ വായിക്കാൻ തുടങ്ങി, അല്ലെങ്കിൽ കമൻസൊക്കെ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഓക്കെ, ലൂസിഫറിന് ഇങ്ങനത്തെ ഒരു ലെയർ ഉണ്ടായിരുന്നല്ലേ, ഹിഡൻ ആയിട്ടുള്ള പല കാര്യങ്ങൾ അല്ലെങ്കിൽ വിഷയങ്ങളെ പറ്റി ഇവർ ചർച്ച ചെയ്യുന്നുണ്ടല്ലേ എന്നൊക്കെ എനിക്ക് മനസ്സിലായത് അപ്പോഴാണ്. അപ്പോൾ എനിക്കൊരു ആഗ്രഹം, ഓക്കെ, ഈ ഒരു പേഴ്സ്പെക്റ്റീവ് അല്ലെങ്കിൽ ഇതൊക്കെ മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് ലൂസിഫർ ടി വിയിൽ വരുമ്പോൾ ഒന്ന് കാണണം എന്നുള്ളത്. അങ്ങനെ ലൂസിഫർ ടി വിയിൽ വന്ന ടൈമിൽ ഞാൻ ഇരുന്ന് പടം കണ്ട്, അതായത് ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ പല കാര്യങ്ങളും മനസ്സിലാക്കി അറിഞ്ഞു വെച്ചിട്ടുണ്ട്. ആ ഒരു ക്ലാസ് സൈഡ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള രീതിയിൽ ലൂസിഫർ കണ്ടതിന് ശേഷം ഞാനിത് പറഞ്ഞ ഭയങ്കര എക്സാജറേറ്റ് ആയിട്ട് പറയുന്ന പോലെ ഒന്നും, പക്ഷെ അല്ല, സീരിയസ്ലി പടം അങ്ങനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ആലോചിച്ച് ഈ പടം തന്നെയാണ് ഞാൻ തിയേറ്ററിൽ പോയി കണ്ടത്. കാരണം അത്രയും ഡിഫറൻസ് ഉണ്ടായിരുന്നു ആ ഒരു എക്സ്പീരിയൻസ്. അതായത് ആദ്യത്തെ തവണയൊക്കെ ലൂസിഫർ കണ്ടപ്പോൾ എൻജോയ് ചെയ്തത് ലാലേട്ടൻ്റെ ഓറ, ആ ഒരു സംഭവമൊക്കെ ആണെങ്കിൽ ഈ ഒരു ലെയറിൽ അല്ലെങ്കിൽ ഈ ഒരു പേഴ്സ്പെക്റ്റീവിൽ ഈ സിനിമ കണ്ടപ്പോഴത്തേക്കും ആ സിനിമ തന്നെ ഒരു ഓറായിട്ട് തോന്നി. കാരണം നമ്മളെന്താ പറയുക, ഭയങ്കര ഒരു എൻ്റെ ഉള്ളിലൊരു സിനിമാറ്റിക് സാറ്റിസ്ഫാക്ഷൻ ഉണ്ടാക്കി ലൂസിഫർ അങ്ങനെ കണ്ടപ്പോൾ. അതിനുശേഷം പിന്നെ ലൂസിഫർ എപ്പോൾ വന്നാലും ഞാൻ മിസ് ചെയ്യാറില്ല. എന്തോ ഒരു ഭയങ്കര ഒരു അട്രാക്ഷൻ എനിക്ക് ആ സിനിമയോട് തോന്നി. പിന്നെ അതിൽ ഈ ഇലുമിനാറ്റി എന്നൊക്കെ പറഞ്ഞ് കോൺസെപ്റ്റൊക്കെ പറയുന്നുണ്ടല്ലോ, എനിക്ക് അത്തരം പരിപാടികൾ ഭയങ്കര ഇഷ്ടമാണ്, അങ്ങനത്തെ കോൺസെപ്റ്റുകളൊക്കെ. ഈ ആ ടൈമിൽ ബേപ്പൂർ സുൽത്താൻ എന്ന് പറഞ്ഞൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ അതിൽ സുൽത്താൻ, ഇലുമിനാറ്റി, പിന്നെ അതിൽ ലൂസിഫറിൽ അത് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് കുറേ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. അതൊക്കെ ആ ടൈമിൽ കുത്തിയിരുന്ന് കാണുമായിരുന്നു. അതൊക്കെ കാണുമ്പോൾ പിന്നെ ഈ പടത്തോടുള്ള ഇൻട്രസ്റ്റിങ്ങിന് കൂടിക്കൂടി വരും. അതായത് ടി വിയിൽ ഈ പടം ഉണ്ടെന്നറിഞ്ഞാൽ പിന്നെ അന്ന് വേറെ പരിപാടികളെല്ലാം മാറ്റി വെച്ച് ഈ പടം കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കും. പിന്നെ അതുമാത്രമല്ല, നമ്മൾ ഈ ചാനൽ മാറ്റുന്ന ടൈമിൽ ഏഷ്യാനെറ്റ് ന്യൂസിലൊക്കെ ചിലപ്പോൾ ലൂസിഫർ ഉണ്ടാവും. ആ ടൈമിലാണെങ്കിലും പടം കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ സീറ്റിൽ നിന്ന് എഴുന്നേക്കുള്ളൂ. ആൻഡ് ഈ പടം ഞാൻ എപ്പോൾ കാണുമ്പോഴും ഒരു ഫസ്റ്റ് വ്യൂവറെ പോലെയാണ്. അതായത് ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് ഓളിയൊക്കെ കൂട്ടി കറക്റ്റ് ടി വിയുടെ സെൻറ്ററിൽ വന്നിരുന്ന് ഇങ്ങനെ ഒരു ആകാംക്ഷയോടെ കാണും. ആൻഡ് എപ്പോഴും ഒരു ഫസ്റ്റ് വ്യൂവറിന് തരുന്നൊരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ ഒരു സിനിമ, അതാണ് ഈ സിനിമ കാണുമ്പോൾ എനിക്ക് എപ്പോഴും കിട്ടുന്നത്. അതായത് അതേ ഒരു ഫീല്, അതേ ഫ്രഷ്നെസ്. ഞാൻ ആലോചിക്കും, എനിക്കറിയത്തില്ല എന്താണ് എൻ്റെ ഉള്ളിൽ ഈ സിനിമ ഇങ്ങനെ ഒരു മാജിക് സൃഷ്ടിക്കുന്നതെന്ന്. അതായത് എനിക്ക് പോലും മനസ്സിലാക്കാൻ പറ്റുന്നില്ല. വീട്ടുകാരൊക്കെ ചോദിക്കടാ, ഈ പടം നീ എത്ര തവണ കണ്ടതാ? പക്ഷെ എനിക്കെന്തോ ആ പടം കാണുമ്പോൾ വല്ലാത്തൊരു, നമ്മൾ ചിലപ്പോൾ ചില സീനുകളൊക്കെ ചില സിനിമയുടെ അടുത്ത് റിപ്പീറ്റ് അടിച്ച് കാണുമെങ്കിലും, പക്ഷെ ഇതെനിക്ക് അങ്ങനെയല്ല. ഇതെനിക്ക് കണ്ടു കഴിഞ്ഞാൽ പിന്നെ തീർത്ത് കാണണം. പിന്നെ അത് കൂടാതെ ടി വിയിലെ കാര്യം കൂടാതെ നമ്മൾ ഈ റീൽസൊക്കെ വന്ന ടൈമിൽ ലൂസിഫറിൻ്റെ എഡിറ്റ്സ് കാണാൻ പറ്റും റീൽസിൽ. ആ ടൈമിൽ നമുക്ക് ഈ പടം കാണാൻ പെട്ടെന്നൊരു സംഭവം തോന്നും. അപ്പോൾ തന്നെ അങ്ങനെ ഫോണിൽ പോയി പടം കാണും. അങ്ങനെ ഫോണിലും പലതവണ ഈ പടം കണ്ടിട്ടുണ്ട്. അങ്ങനെ ടി വിയിലും ഫോണിലായിട്ടും എത്ര പ്രാവശ്യം, ഒരു കണക്കുമില്ല. ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ എപ്പോൾ കാണുമ്പോഴും ആ ഒരു ഫ്രഷ് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ് ഈ സിനിമ. ഈ പടത്തിൻ്റെ ആ ഒരു ഡാർക്കായിട്ടുള്ള കളർ ഗ്രേഡിങ്ങും, എന്താ പറയുക, ഭയങ്കര ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആ ഒരു സ്ക്രിപ്റ്റിങ്ങും, ആ ഒരു രാജീവേട്ടൻ്റെ ആ ഒരു അതേ ഡിസിപ്ലിൻഡ് ആയിട്ടുള്ള ആ ഒരു മേക്കിങ്ങും എക്സിക്യൂഷനൊക്കെ ഈ പടത്തിന് ഭയങ്കര ഒരു ഫീലാണ്. എന്താ പറയുക, പിന്നെ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തന്നെ ഡയലോഗ്സ്, അയ്യോ, ലൂസിഫറിൻ്റെ ഡയലോഗ്സ് കേൾക്കുമ്പോൾ എനിക്ക് ഭയങ്കര പോയിറ്റിക് ആൻഡ് സിനിമാറ്റിക് ആയിട്ടുള്ള ഡയലോഗ്സ് എന്നൊക്കെ പറയത്തില്ലേ, അങ്ങനെയുള്ള ഡയലോഗ്സിൽ ഞാൻ ഒരു മ്യൂസിക് കേൾക്കുന്ന പോലെ അത്രയും ആസ്വദിച്ച് കേൾക്കുന്ന ഒന്നാണ് ലൂസിഫറിലെ ഡയലോഗ്സ്. അല്ലെങ്കിൽ എനിക്ക് അത്രയും ഇഷ്ടപ്പെട്ട ഡയലോഗ്സാണ് ലൂസിഫറിലെ എല്ലാ ഡയലോഗ്സും. അതായത് ലൂസിഫറിൻ്റെ ഡയലോഗിൻ്റെ ആ ഒരു എസ്തെറ്റിക്ക് മനസ്സിലാവണമെങ്കിൽ ആ ഒരൊറ്റ സീൻ മതി. ഏതാണ്? ലാലേട്ടനും മഞ്ജു ചേച്ചിയും കൂടെയുള്ള ആ ഒരു ചർച്ചിലെ സീനുണ്ടല്ലോ, അത് മാത്രം മതി. അതിൽ എനിക്ക് ലൂസിഫറിൽ ചില ഡയലോഗ്സൊക്കെ ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, അത്രയും പ്രാവശ്യം ഈ പടം കണ്ടതുകൊണ്ട്. മഞ്ജു ചേച്ചി ഇങ്ങനെ കയറി വരുമ്പോഴത്തേക്കും ലാലേട്ടൻ ഇങ്ങനെ പറഞ്ഞു തുടങ്ങും, ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച ഒരിക്കലുണ്ടാവുമെന്ന് രാമദാസ് സാർ എന്നോട് പറഞ്ഞിരുന്നു. അതിനായി അന്നേ കരുതി വെച്ച ഇടമാണ് ഈ പള്ളി, ഈ ശ്മശാനം.
എന്നൊക്കെ പറഞ്ഞിട്ട് തുടങ്ങുന്ന ഒരു ഡയലോഗുണ്ട്. എന്ത് രസമാണത്! അതിൻ്റെ ആ ഡയലോഗ് മനോഹരമാണ്. അതിനെ എക്സിക്യൂഷൻ ചെയ്തിരിക്കുന്നത് അതിലും പൊളിയായിട്ടാണ്. ആൻഡ് ലാലേട്ടനെ പോലുള്ളൊരു ലെജൻഡറി ആക്ടറിൻ്റെ കോൺട്രിബ്യൂഷനും കൂടെ ആ സീനിലേക്ക് വരുമ്പോൾ അതൊരു ഹെവൻലി എക്സ്പീരിയൻസ് ആണ് ആ സീൻ. ആൻഡ് അത് കഴിഞ്ഞിട്ട് ആ സീൻ്റെ എൻഡിങ്ങിലേക്ക് വരുമ്പോഴത്തേക്കും മഞ്ജു ചേച്ചി പറയല്ലോ ഒരു കാര്യം കൂടെ പറയാനുണ്ടെന്ന്. എന്നിട്ട് മയിൽ വാഹനം മോശമായിട്ട് പെരുമാറിയ കാര്യം പറഞ്ഞു കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഒരു ഡയലോഗുണ്ട്, വിഷമങ്ങളെല്ലാം എന്നോട് പറഞ്ഞല്ലോ, പൊയ്ക്കോ, ഇനി ഞാൻ നോക്കിക്കോളാം. അത് കഴിഞ്ഞൊരു ഷോട്ട് ഉണ്ട് മോനെ. അതായത് ലാലേട്ടൻ്റെ ഒരു വൈഡ് ലോ ആംഗിളിൽ നിന്ന് ക്യാമറ മൂവ് ചെയ്ത് ലാലേട്ടൻ്റെ ഒരു മിഡ് ഷോട്ടിൽ വന്ന് നിൽക്കുന്ന ആ ഒരു ഷോട്ടുണ്ട്. അവിടെ കറക്റ്റ് സ്റ്റീഫൻ നെടുമ്പള്ളി ഒരു ദൈവത്തിനെ പോലെ നമുക്ക് ഫീൽ ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഉറക്കത്തിൽ തന്നെ വിളിച്ചെഴുന്നേപ്പിച്ച് ഈ സീൻ കാണിച്ചാലും എനിക്ക് രോമാഞ്ചം വരും. അതേത് സീനാണെന്നറിയാവോ? അതിൻ്റെ ഡയലോഗ് തുടങ്ങുന്ന ഇങ്ങനെയാണ്, എന്നെങ്കിലും ഒരിക്കൽ നിനക്ക് ചുറ്റുമുള്ളതൊക്കെ തകർന്നതെന്ന് തോന്നിയാൽ അന്ന് അച്ഛനില്ലെങ്കിൽ നിനക്ക് സഹായം ചോദിച്ചാലും ഒരാളെ ഉണ്ടാവും, സ്റ്റീഫൻ. അത് കഴിഞ്ഞ് ദീപക് ദേവ് സാറിൻ്റെ 2-3 ബീറ്റ് ഉണ്ടേ. ആ ബീറ്റ് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ഷോട്ട് എന്ന് പറയുന്നത് മലയാള സിനിമ കണ്ട ആ ഒരു ഐക്കണിക് ഷോട്ടാണ്. അവിടെ നിന്നൊരു ട്രാക്കും ഉണ്ട്. എൻ്റെ പൊന്നെ, എപ്പോൾ കണ്ടാലും ആ ഒരു രോമാഞ്ചത്തിൻ്റെ ലെവലുണ്ടല്ലോ, അത് അങ്ങനെ തന്നെ നിൽക്കും ആ സീന്. ആ ഒരു ബാക്ക് ഷോട്ട്, ദാറ്റ്സ് എൻഎഫ്. ഒന്നൊന്നര സാധനമാണ്. അതുപോലെ തന്നെ ലാലേട്ടൻ്റെ എൻട്രി സീന്, ഇത് പറഞ്ഞില്ലേ ശരിയാകത്തില്ല. ആ ഒരു പുറത്ത് നല്ല മഴയാണ്, ലാലേട്ടൻ പള്ളിക്കകത്തിരിക്കുന്നത്. അതിനുശേഷം ഫാസിൽ സാറിൻ്റെ ക്യാരക്ടർ പറയുന്നുണ്ട്, എന്താണ്, മരിച്ചുപോയവരുടെ കാഴ്ചയ്ക്ക് അടക്കം ചെയ്യുന്നത് ഒരു ആയുസുണ്ടെന്നാ, കാണേണ്ടവരെയൊക്കെ കണ്ടിട്ട് അവരെ മടക്കിയേക്കാവൂ, നീ പോ സ്തബാനെ പോ, അങ്ങനെയാണ് തുടങ്ങുന്ന ഡയലോഗ്. അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ്റെ ഐ റിവീൽ ചെയ്യാനുള്ളൊരു ഷോട്ടുണ്ട്. മോനെ, അതൊക്കെ ഒരു ഒന്നൊന്നര ഫീലാണ് ആ ഷോട്ടൊക്കെ. അതിനുശേഷമുള്ള ആ വാക്ക് സീൻ, അത് പലരും പറഞ്ഞിട്ടുള്ളതാണ്, എങ്കിലും എനിക്ക് ഒന്നും കൂടെ പറയണമെന്നുണ്ട്. അത്രയും പേര് സെയിം കോസ്റ്റ്യൂം, വൈറ്റ് കോസ്റ്റ്യൂം ഇട്ടിട്ടുണ്ടെങ്കിലും ലാലേട്ടനെയൊക്കെ നമ്മുടെ ശ്രദ്ധ പോകുള്ളൂ. കാരണം ഇദ്ദേഹത്തിൻ്റെ ഓറ, അല്ലെങ്കിൽ ഈ മനുഷ്യനൊരു അത്ഭുതമാണ്. ലാലേട്ടനെ പറ്റി പറഞ്ഞാലേ തീരത്തില്ല. നമുക്ക് തിരിച്ച് ഡയലോഗ്സിലേക്ക് തന്നെ വരാം. അങ്ങനെ അതുപോലെ പിന്നെ ഗോവർദ്ധൻ, ലാലേട്ടൻ്റെ എൻട്രിക്ക് മുമ്പുള്ള ആ ഒരു ഡയലോഗ്സ് പരിപാടികൾ, പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക, ക്ലൈമാക്സിലെ ആ ഒരു ചെകുത്താൻ വേദമുതിർന്നു അത്, പിന്നെ നമ്മുടെ ബോബി ആൻഡ് സ്റ്റീഫൻ നെടുമ്പള്ളി ഫസ്റ്റ് കണ്ടുമുട്ടുന്ന ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഭീഷണിപ്പെടുത്തുന്നതൊക്കെ പരിപാടിയൊക്കെ ഇല്ലേ. അതിൻ്റെ ലാസ്റ്റ് ഇങ്ങനെ പറയുമ്പോൾ എന്താണ്, ഈ പണി സ്റ്റീഫൻ ചെയ്യില്ല, നീയും ചെയ്യില്ല എന്നൊക്കെ പറയുന്ന, അങ്ങനെ ഈവൻ ഡയലോഗ്സിൻ്റെ കാര്യം നോക്കുമ്പോഴേ ലൂസിഫറിൽ കൊമേഴ്ഷ്യലായിട്ടുള്ള ഡയലോഗ്സിന് വരെ ഒരു എന്താ പറയുക, ഒരു എസ്തെറ്റിക് ഭംഗിയുണ്ട്. അത്രയും മനോഹരമായിട്ടാണ് അത് എഴുതി വെച്ചിരിക്കുന്നത്. മുരളിഗോപി സാർ എങ്ങനെ സാധിച്ചത്? അതിൻ്റെ കാര്യം പറഞ്ഞപ്പോഴാണ്, ഈ ഡയലോഗിൻ്റെ കാര്യം പറഞ്ഞപ്പോഴേ, ഞാൻ ലൂസിഫറിൻ്റെ സ്ക്രിപ്റ്റ് എൻ്റെ അടുത്തുണ്ട്. അതായത് ലൂസിഫർ കാണുന്ന ടൈം തൊട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റ് കിട്ടിയിരുന്നെങ്കിൽ, ഒന്ന് വായിക്കാൻ കിട്ടിയിരുന്നെങ്കിൽ. അപ്പോൾ എനിക്കൊന്ന് എമ്പുരാൻ ഇറങ്ങുന്നതിന് മുമ്പായിട്ടാണ് അവർ സ്ക്രിപ്റ്റ് റിലീസ് ചെയ്തത്. ഞാൻ അപ്പോൾ തന്നെ അത് തൂക്കിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇത് ഞാൻ ഇറങ്ങിയ സമയം തന്നെ തൂക്കിയായിരുന്നു. ഞാനിത് ഫുള്ള് വായിച്ചിട്ടില്ല. എനിക്ക് ഇതിലുണ്ടായിരുന്നൊരു കൗതുകം എന്ന് വെച്ചാൽ, ഇതെങ്ങനെയാണ് എന്താ പറയുക, ഇതിലുള്ള ആ ഒരു എഴുത്ത് ശൈലി, മുരളിഗോപി എന്ന റൈറ്ററിൻ്റെ ഒരു എഴുത്ത് ശൈലി എങ്ങനെയാണെന്നുള്ള ഒരു കൗതുകം ഉണ്ടായിരുന്നു. അതിൻ്റെ പുറത്ത് വാങ്ങിച്ചാണെങ്കിലും പകുതി ഞാൻ വായിച്ചു, ഇനി പകുതിയും കൂടെ വായിക്കണം. ഓക്കെ, ഒരു വല്ലാത്ത രീതി ഇതിനകത്ത് എന്താ പറയുക, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള രീതിയിൽ സ്റ്റീഫൻ നെടുമ്പള്ളിനെ ഇതിൽ വേറൊരു രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. എന്താ പറയുക, സിനിമക്കുള്ളിലുണ്ട് ഒരു നറേഷൻ, ഈ ഒരു സ്ക്രിപ്റ്റിലും വേറൊരു നറേഷൻ ഉണ്ട് ആളുടെ. പൊളിയാണ്, വായിക്കാൻ നൈസാണത്. പിന്നെ ലൂസിഫറിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ തീർച്ചയായും ഒന്ന് സ്റ്റീഫൻ നെടുമ്പള്ളി, പിന്നെ ബോബി. ഇവർ രണ്ടുപേരാണ് എനിക്ക് എല്ലാവരും പൊളിയാണ്. എല്ലാ കഥാപാത്രങ്ങൾക്കും എന്താ പറയുക, അനാവശ്യമായിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സും ഇല്ല. അതുപോലെ ഈ പറഞ്ഞ പോലെ അനാവശ്യമായിട്ടുള്ളൊരു ഷോട്ട് പോലും ഇല്ല ലൂസിഫറിൽ. അത്രയും എന്താ പറയുക, ഭയങ്കര വെൽ എക്സിക്യൂട്ടഡ് ആയിട്ടുള്ളൊരു ഫിലിമാണ് ലൂസിഫർ. എങ്കിലും എനിക്ക് ഈ പറഞ്ഞ പോലെ ഭയങ്കരമായിട്ട് എപ്പോഴും കാണുമ്പോഴും ആ ഒരു പവർ കിട്ടുന്നത് സ്റ്റീഫൻ നെടുമ്പള്ളി ആൻഡ് ബോബി. ഇവർ രണ്ടുപേരുടെയും ക്യാരക്ടർ, വില്ലൻ നായകൻ, അത് ഒരു എന്താ പറയുക, ഒരു ജെമ്മാണ് ആ റൈറ്റിങ്, അല്ലെങ്കിൽ ആ ക്യാരക്ടർ അവർ ചെയ്തിരിക്കുന്നതും അതിനെ എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതൊക്കെ ഹെവിയാണ്. പിന്നെ ലാലേട്ടനെ സ്റ്റീഫൻ നെടുമ്പള്ളി ടൈലർ മെയ്ഡ് റോളെന്നൊക്കെ പറയുന്ന പോലെ അതുപോലത്തെ ഒരു പരിപാടിയാണ്. ഒരു വല്ലാത്തൊരു കില്ലർ പരിപാടിയാണ് ലാലേട്ടൻ സ്റ്റീഫൻ നെടുമ്പള്ളിയായിട്ട് ആ സ്ക്രീനിൽ വരുമ്പോൾ. അദ്ദേഹത്തിൻ്റെ ഓറയുണ്ട്, ആ ക്യാരക്ടറിൻ്റെ ഓറയുണ്ട്. ഇത് രണ്ടും കൂടെ മാച്ച് ചെയ്യുമ്പോൾ ഒരു സീൻ ഞാൻ വിട്ടുപോലെ, ഇത് പറഞ്ഞില്ലേ ശരിയാവത്തില്ല. അതായത് മയിൽവാഹനം സ്റ്റീഫൻ നെടുമ്പള്ളിയെ ആ മുഖത്തടിച്ചതിന് ശേഷമുള്ള ഒരു നോട്ടമുണ്ട്. ആ ഒരു
ഒരു സിംഗിൾ ഷോട്ട്, അതായത് ഇപ്പുറത്തെ ഷോൾഡറിൽ നിന്ന് ലാലേട്ടൻ്റെ ഐസ് ട്രാക്ക് ചെയ്ത് ഇപ്പുറത്ത് വരുന്ന ആ ഒരു ഷോട്ട്, അയ്യോ ആ ഒരു നോട്ടം എന്തല്ലേ. അതായത് നമുക്ക് പറയാം ഒരു കറക്റ്റ് ഒരു ഡെവിലിഷ് ലുക്കാണത്. അത്രയും ആ കണ്ണുകൾ സംസാരിക്കുന്നുണ്ട്. എന്താണ് നിനക്ക്, നീ തൊട്ടത് ഒരു ചെകുത്താനെയാണ് എന്നുള്ള ആ ഒരു സംഭവമില്ലേ. അയ്യോ ആ ഒരു നോട്ടം, അത് ആ ഒരു ഷോട്ട് മാത്രം ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആണ്, അല്ലെങ്കിൽ ആ ഒരു സീന്. പിന്നെ പറയാൻ മറന്ന ഒരു കാര്യം, ലൂസിഫറിന്റെ പശ്ചാത്തല സംഗീതം, സൗണ്ട് ട്രാക്ക് നമ്മൾ സാധാരണ ഗ്യാങ്സ്റ്റർ സിനിമകൾ, ഇന്ത്യൻ ഗ്യാങ്സ്റ്റർ സിനിമകളിൽ കാണുന്ന പോലെ ഭയങ്കരമായിട്ട് ലൗഡായിട്ടുള്ള പരിപാടിയല്ല. പകരം എനിക്കിഷ്ടപ്പെട്ട ആ ഒരു ഓർക്കസ്ട്രൽ മിക്സഡ് ആയിട്ടുള്ള അങ്ങനത്തെ ഒരു ഭയങ്കര സട്ടിലായിട്ടുള്ള ആ ഒരു മ്യൂസിക്കാണ് ലൂസിഫറിന് കൊടുത്തിരിക്കുന്നത്. അല്ല അങ്ങനത്തെ ഒരു സൗണ്ട് ട്രാക്ക്, അതും എനിക്ക് പറഞ്ഞ പോലെ ഭയങ്കര ഇഷ്ടമാണ്. ലൂസിഫർ എനിക്ക് ഓരോ തവണ കാണുമ്പോഴേ എന്താ പറയുക, ഒരു ഫിലിം സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ എനിക്ക് അങ്ങനത്തെ ഒരു സിനിമ നാളെ തന്നെ ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഒരു അങ്ങനെയൊക്കെ തോന്നും. അതായത് ഭയങ്കര ചാർജാണ് ഈ പടം കാണുമ്പോൾ, എപ്പോൾ കാണുമ്പോഴും. അതായത് എനിക്ക് എന്താ പറയുക, ഞാൻ അവസാനമായിട്ട് ലൂസിഫർ കണ്ടത് റിലീസ് ചെയ്ത ടൈമിലാണ് തിയേറ്ററിൽ വെച്ച്. ഇനി ഞാൻ ലൂസിഫർ കണ്ടാലും ഞാൻ എപ്പോഴും കാണുന്ന പോലെ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് കറക്റ്റ് സെൻറ്ററിലിരുന്ന് പൂർണ്ണമായിട്ട് അതിനെ എൻജോയ് ചെയ്യുന്ന പറയത്തില്ല, ആ രീതി തന്നെ കാണുള്ളൂ, സൗണ്ടൊക്കെ കൂട്ടി. കാരണം ആ സിനിമ എനിക്ക് അങ്ങനെയാണ്. ആൻഡ് എനിക്ക് ഉറപ്പുള്ളൊരു കാര്യം, എപ്പോഴും തരാറുള്ള ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, അത് ലൂസിഫർ എനിക്ക് ഇപ്പോഴും തരും എന്നെനിക്ക് ഉറപ്പാണ്. ഇനി ഒരു 100 തവണ ഞാൻ കണ്ടാലും ലൂസിഫർ ആ ഒരു ലെവലിനൊരു പൊടിക്ക് പോലും താഴത്തില്ല. കാരണം എനിക്കറിയത്തില്ല, എന്തോ എനിക്ക് വല്ലാത്തൊരു എന്താ പറയുക, ഞാൻ തുടക്കത്തിൽ ഉപയോഗിച്ച ആ ഒരു വാക്ക് ഒന്നും കൂടെ ഉപയോഗിക്കുവാണ്. അതായത് എൻ്റെ മനസ്സിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ ഉള്ളിലുള്ള ആ ഒരു സിനിമാ പ്രേമിക്ക് ലൂസിഫർ ഓരോ തവണ കാണുമ്പോഴും വല്ലാത്തൊരു സിനിമാറ്റിക് സാറ്റിസ്ഫാക്ഷൻ ആണ്. എന്താണെന്ന് എനിക്കും അറിയത്തില്ല, ഭയങ്കര ഒരു എന്താ പറയുക ഫീലാണ് ലൂസിഫർ എനിക്ക്. ഇനി ലൂസിഫറിൻ്റെ അത്ര ഞാൻ വേറൊരു സിനിമ കാണുമെന്നുള്ളത് എനിക്കൊരു പിടിയുമില്ല. കാരണം ഇനിയും ഞാൻ ലൂസിഫർ എത്ര തവണ കാണാൻ കിടക്കുന്നുണ്ടെന്നുള്ളത് എനിക്കൊന്നും അറിയില്ല. അപ്പോൾ നിങ്ങൾ പറ, എന്തായിരുന്നു നിങ്ങൾക്ക് ലൂസിഫർ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കഥാപാത്രങ്ങൾ, ഡയലോഗ്സ്, സീനുകളൊക്കെ ഉണ്ടാവല്ലോ, എല്ലാം എന്നോട് ഷെയർ ചെയ്ത് കമൻസ് ഇട്. ഞാൻ കുത്തിയിരുന്നെല്ലാം വായിക്കും. അപ്പോൾ ഓക്കെ, അടുത്ത വീഡിയോ കാണാം.